എന്തൊക്കെയുണ്ട് കുമ്പാരി, എന്തൊക്കെയുണ്ട് പരിപാടി? ഇന്നപ്പോൾ ഞാനെൻ്റെ വൈഫും കൂടി ഞങ്ങൾ പിന്നെ അടുത്തുള്ള ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ എന്തൊക്കെ നടക്കണമെന്നുള്ളൊരു എൻ്റെ POV വിഷ്വൽ കാണിക്കാനുള്ളൊരു ജസ്റ്റ് ഒരു ട്രൈ ചെയ്യണ്ട. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇത് എൻ്റെ വീടിൻ്റെ ചുറ്റിനുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സാധാരണ ശനിയാഴ്ചയൊക്കെ വന്നിട്ട് കറിയൊക്കെ വാങ്ങാറ്. ഇവിടെ അത്യാവശ്യം വിലക്കുറവാണ്. അപ്പോൾ കറിയൊക്കെ വാങ്ങാൻ വേണ്ടി തന്നെ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ഇതെൻ്റെ ചെസ്റ്റിൽ മൗണ്ട് ചെയ്യാം ക്യാമറ. അപ്പോൾ നിങ്ങൾ ഈ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്ക്. ഒരു റിയൽ ചൈനീസ് മാർക്കറ്റ് ടൈപ്പാണ് ഇത്. കണ്ടോക്കട്ടെ. കുറേ മീനൊക്കെ വെക്കുന്ന കടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ കുറേ മീനൊക്കെ. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി എവിടെ? हाफ kg പറയട്ടെ? हाफ kg beef. Need to cut small pieces, curry pieces. Liver വാങ്ങണം. ഇനി ഇവിടെ നിന്നാണ് സാധാരണ വാങ്ങാറ് ബീഫ്. ഇവിടെ എല്ലാം ബീഫ് ഇവിടെ തന്നെ അല്ലേ? എല്ലാം ബീഫ് ഇവിടെ തന്നെ. മട്ടൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം മാർക്കറ്റിലാണ് അത്യാവശ്യം വിലക്കുറവുണ്ട്. $13 ഇതാ ക്വാളിറ്റി ബീഫിന്. ബാക്കിയുള്ള ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. ഇതൊക്കെ പതിര, കരള്, പാർട്സൊക്കെ ഉണ്ട്. മട്ടൻ്റെ ബോണൊക്കെ ഉണ്ട്, ചിക്കനൊക്കെ ഉണ്ട് അല്ലേ? കാശ് കൊടുത്തു. $13.5 പകുതി എത്ര അറിയില്ലല്ലേ? അത്രയൊന്നും വേണ്ട, അത് കൊടുത്താൽ മതി. പിന്നെ വേണം. ഇപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടോ ബീഫ് വാങ്ങിച്ചു വെട്ടണണ്ട. പിന്നെ ഇത് പച്ചക്കറി കടകളൊക്കെ ഉണ്ട്. ഇന്ന് ബീഫ് വെക്കാം. ഇവിടെ ചിക്കൻ്റെ കടകളുണ്ട്. ഒരു ആരോണം ഇട്ടിട്ടുണ്ട്. അന്ന് വാങ്ങിച്ചായിരുന്നു. വെച്ചായിരുന്നു. ഓർക്കണല്ലേ? നമുക്ക് കഴിച്ചിടാം. കഴിച്ചെനിക്ക് വാങ്ങാമല്ലേ? ഫ്രിഡ്ജിൽ പോയി നോക്കാം. ഇത് കണ്ട മീൻ കട ഉണ്ടോ? ഒരു മീനിൻ്റെ ഒരു കടയുണ്ട് ഇവിടെ. എല്ലാ മീനും ഉണ്ട് ഇവിടെ. ഇത് ചെമ്പല്ലി അല്ലേ അത്? അല്ലേ? ആ ചെമ്പല്ലി അല്ലേ? അപ്പുറത്ത് എന്തോ പുഴഞ്ഞണ്ടാണ് ഇതൊക്കെ. ഇത് ആവോലി അല്ലേ? ആവോലി, തെരണ്ടി, ചെമ്മീൻ, 2 തല ആവോലിയുണ്ട്. കാളാഞ്ചി, ചൂര, അതിലേക്ക് കണ്ടിട്ടാ സെറ്റാണ്. അപ്പോൾ ഇതൊരു മീൻ കടയാണ്. ഞാൻ അപ്പോൾ വേറെ കടകൾ കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ഞങ്ങളെപ്പോലത്തെ സാധാരണ ആൾക്കാർ, ഞങ്ങളുടെ വീടിനടുത്തുള്ള സാധാരണ ആൾക്കാരൊക്കെ കറിയൊക്കെ വാങ്ങാം. ഒട്ടം തിരക്കാണ്ട് ഇവിടെ. ഇത് എല്ലാം മീൻ കടയുണ്ട. ചെമ്മീൻ, ഇത് സാൽമൻ, ആവോലി, എല്ലാ സാധനങ്ങളൊക്കെ കിട്ടും. വലിയ ഫിഷൊക്കെ ഉണ്ടല്ലോ. ചെയിനാണ് അതല്ലോ, ചെയിനാണ്. വലിയ സാധനമുണ്ട്. ക്രാബൊക്കെ ഉണ്ട്, ചെമ്മീനുണ്ട്, വലിയ ഞണ്ടുണ്ട്, വലിയ ഗിഫ്റ്റ് വിലോപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കറിയാത്തതൊന്നുമല്ല ഗിഫ്റ്റ് വിലോപ്പി അല്ലേ? ചെമ്മീൻ വാങ്ങാം. ഞാനൊന്ന് എൻ്റെ ഒരു ആംഗിൾ ഒരു ഷൂട്ട് ചെയ്തോട്ടെ മൊത്തം. വേണ്ട കൂന്തലി, മീനെന്നാ. പച്ചക്കറി നമുക്ക് താല്പര്യമില്ല. കടൽ ചെമ്മീനാണ്ടത് $6. മറ്റേ ചെമ്മീന് $14. കല്ലുമ്മക്ക, ചാള, ഞണ്ട്, ചെറിയ പങ്കാണ്ടതൊക്കെ. വീഡിയോ എടുക്കാനൊക്കെ ചോദിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും. സാൽമൻ അവിടെ എഴുതി വെച്ചാൽ $1 കിലോ $22. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകണമെങ്കിൽ 1 കിലോ ചിലപ്പോൾ $30-31. അപ്പോൾ ഇവിടെ ഒരു $10-15 വ്യത്യാസം ഉണ്ടാവും. അങ്ങനത്തെ
ഒരു മാർക്കറ്റാണ്. ഇവിടുന്ന് സാധാരണ പോർക്ക് വാങ്ങാറ്, ഈ അങ്കലത്ത് നിന്ന് പോർക്ക് വാങ്ങാറ്. ഇന്നും പോർക്കണ്ട, കുറേ സാധനങ്ങൾ, കുറേ പാട്ടൊക്കെ ഉണ്ട്. മോർണിംഗ് ആ വിൽക്കാം വിൽക്കാം. പോർക്കിൻ്റെ കരൾ, പോർക്കിൻ്റെ എല്ലാ ഫ്രണ്ട്സും കിട്ടും കേട്ടോ ഇവിടെ. റിബ്, ബെല്ലി, സാധനങ്ങൾ ഇവിടെ വെട്ടണതാണ് എല്ലാവർക്കും. അപ്പോൾ ഇതാണ് മീറ്റിൻ്റെ ഏരിയ. ബാക്കിയുള്ളത് ഇത് ഹിന്ദിയും കൂടെ ഉണ്ടാവും, ഇതൊക്കെ മലയാളികളൊക്കെയാണ്. ഇത് മൊത്തത്തിലുള്ളൊരു മാർക്കറ്റാണ് കണ്ട. ഇപ്പോൾ ഇതേപോലത്തെ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോൾ വന്നേക്കാം. ഇതൊരു ഈറ്ററിയാണ് കേട്ടോ. അതായത് ഇവിടുത്തെ ആൾക്കാരൊന്നും രാവിലെ കുക്ക് ചെയ്യൂല. ഇവിടുത്തെ ആൾക്കാരൊന്നും രാവിലെ കുക്ക് ചെയ്യാത്ത ആൾക്കാരാണ്. എല്ലാവരും ഇതേപോലത്തെ കടകളിൽ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. ഇന്ത്യൻ കടയിലൊക്കെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടൂടാ. അതേ വാഴല, തേങ്ങ, എന്താണ് ഇത്, മഞ്ഞൾ, എല്ലാ സാധനങ്ങളും കിട്ടും. ഉണക്കമീൻ, മുട്ട. അപ്പോൾ ഇതൊരു ഫുള്ളി ബിസി ആയിട്ടുള്ള മാർക്കറ്റ്. ഇപ്പം ഞങ്ങൾ വന്നപ്പോഴേക്കും ഇത്തിരി ലേറ്റായി. പക്ഷേ രാവിലെയൊക്കെ വന്നെയാണെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റ് ക്യാവേഴ്സൊക്കെ കാണേണ്ടി വരും കേട്ടോ. അതായത് നല്ല തിരക്കും അങ്ങനത്തെ മുട്ടൻ ആക്റ്റീവായിട്ടുള്ളൊരു മാർക്കറ്റാണ്. പച്ചക്കറികളുടെ സെക്ഷൻ ഏതാണ് അങ്ങനെ. സോറി, പനീറാണ് ടോഫു ആണല്ലേ, സോറി. നമ്മ അപ്പുറത്തൊന്നല്ല അന്ന് ജമ്മീൻ വാങ്ങിച്ച, കാശായിട്ട് കൊടുക്കണം ഇവിടെ. അതെ, ഇപ്പോൾ നമ്മ ഇന്നൊരു 1/2 കിലോ ജമ്മീൻ വാങ്ങാനേ പോകണം. $5 കൊടുത്താൽ മതി അവിടെ. 1/2 കിലോ ജമ്മീനെന്ന് പറഞ്ഞു. അവിടെ ക്യൂ ആണിത്. ഇപ്പം നമ്മ ഒരു $5 കൊടുത്തിട്ട് 1/2 കിലോ ജമ്മീൻ വാങ്ങാനുണ്ടോ. ഇതൊക്കെ എന്ത് മീനാണാവോ? കെനാപ്പോ ഗ്രൂപ്പ. പിന്നെന്താ നമുക്ക് വാങ്ങണ്ട? ചിക്കനും കൂടി വാങ്ങിച്ചിട്ട് നിർത്തിയാലോ? കരൾ വാങ്ങണ്ട. നമ്മൾ സാധാരണ എന്തൊക്കെയാണ് വാങ്ങാറ്? ഒരു ചിക്കൻ കരൾ വാങ്ങണ്ടല്ലേ? അപ്പോൾ ഓർക്ക് വാങ്ങിച്ചാലോ? നമുക്ക് അവിടെ QR കൊടുക്കാം. ഹലോ, $6 പോക്ക് ബെല്ലി. പോക്ക് ബെല്ലി അല്ലേ നമുക്ക് വേണ്ട? ഒരു $6 ചില്ലറ ഉണ്ടായിരുന്നത് അപ്പോൾ അല്ലേ? നമുക്കൊരു $6 ചില്ലറ ഉണ്ടായിരുന്നപ്പോൾ $6 നമ്മളിപ്പോൾ പോർക്ക് വാങ്ങാനുണ്ട്. അതേ പൊക്കത്തൊക്കെ കുറേ പോർക്കിൻ്റെ പടം വെച്ചാണ് നോക്കിയാൽ 1 2 3 4 5 6 കറക്റ്റല്ലേ? അപ്പോൾ $6 ഉണ്ട്. അപ്പോൾ അങ്കിൾ ഓൾറെഡി വെട്ടി വെച്ചാണ് പോർക്ക് ബെല്ലി കണ്ട. ഇവിടെ നിന്ന് വെട്ടിയാന്നൊന്നും എനിക്കറിയാൻ പോലെ. ഇവിടെ ഇട്ട് തന്നെ വെട്ടണം പോർക്കൊക്കെ. ഇവിടുത്തെ ഇഷ്ടംപോലെ കടലാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെയാണ് എപ്പോഴും കച്ചവടമുള്ളത്. അതാണ് ഇവിടെ നിന്ന് പോർക്ക് ചൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്കിനി ചിക്കനും കൂടി വാങ്ങിച്ചാൽ കാര്യം കഴിഞ്ഞാട്ടോ. ചിക്കൻ്റെ വിങ്സിൻ്റെ പീസ് മാത്രം ഉണ്ട് ഇവിടെ. നമ്മൾ സാധാരണ വാങ്ങണത് ഇതാണ്. ഇതാകുമ്പോഴേക്കും ചെസ്റ്റ് പീസും ബോണും ഉൾപ്പെടെ ഉള്ളത്. കുറച്ച് 2 കാലും കൂടി വാങ്ങിച്ചാലോ? 1 piece with the bone. Not all, just 1 piece is enough. One piece. പാർട്സ് മാത്രം വാങ്ങാൻ കിട്ടുമല്ലേ? ഇതാണ് QR കോഡ് കൊടുത്തു. ആ പിന്നെ മീയ 750. എന്താ ഒടുക്കടി കോഴിയാണ്ട. ഇത് ഫ്രഷ് അല്ലെന്ന് തോന്നുന്നു.
ഇവിടുത്തെ ആൾക്കാരില്ലേ കാലും കഴിക്കോട്ടെ ചിക്കൻ്റെ, എല്ലാ കടയിലും കാലും വെച്ചിട്ടുണ്ടാവട്ടെ ചിക്കൻ്റെ. ഇത് കണ്ട കാലും കഴിക്കൂലടാ അല്ലേ ഇവിടുത്തെ ആൾക്കാർ അല്ലേ? അത് ഇത്ര മതിയല്ലോ സാധനങ്ങൾ. ഇവിടുത്തെ ഇതുണ്ട് ആൾക്കാരെ ശ്രദ്ധിച്ചാൽ കണ്ട ഇവിടുത്തെ അപ്പൂപ്പന്മാരെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അപ്പൂപ്പന്മാർ ബൺമസ്കാണ് ഇവിടുത്തെ അപ്പൂപ്പന്മാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടുന്ന് ആരും വീട്ടിലൊന്നും ഫുഡ് വെക്കൂല കേട്ടോ. ഇവരൊക്കെ ഇതേപോലത്തെ ചെറിയ ചെറിയ ഹോക്കർ സെൻ്ററിൽ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കണം. പിന്നെ ഇവിടെ മിക്ക കടയിലും ഇപ്പോഴും QR കോഡ് വെച്ചിട്ടുള്ള പേയ്മെൻ്റ് ഒന്നും സെറ്റപ്പ് ഇല്ല കേട്ടോ. ഇപ്പോഴും ഇവിടെ കുറേ സ്ഥലത്തൊക്കെ ഇപ്പോഴും ക്യാഷ് തന്നെയാണ് കൊടുക്കുന്നത്. എവിടെ 10 തന്നെ ടോയ്ലറ്റ്. ഇതാണ്ട ഞാൻ പറഞ്ഞ ഈറ്ററി. അത് ഇവിടെ എല്ലാത്തരം ഫുഡും കിട്ടും. അതായത് ആൾക്കാർക്ക് രാവിലെ കഴിക്കേണ്ട സാധനങ്ങൾ ആരും വീട്ടിൽ വെക്കൽ കുറവാണ്ട. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചാണ് ആൾക്കാരും വീട്ടിൽ വെക്കൂല ഒന്നും, എല്ലാം പുറത്തുനിന്ന് ഇതേപോലെ വന്നിട്ടാണ് കഴിക്കണം. എന്തൊക്കെയാണ് കഴിക്കണം എന്തെങ്കിലുമൊക്കെ സാമാനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ചിലനൊക്കെ ഭയങ്കര മണമായിരിക്കും. കാരണം ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ കാപ്പിയൊക്കെ കിട്ടും കേട്ടോ, അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ഫുഡിനൊന്നും അത്ര വലിയ വിലയും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കോട്ടെ ഫുഡൊക്കെ. അപ്പോൾ അതാണ് സെറ്റപ്പ്. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ആ മാർക്കറ്റ്. ഒന്ന് മൊത്തത്തിൽ കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോഴും എനിക്ക് പറ്റുന്ന രീതിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ശരി, ഇതെൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ ഈ മാർക്കറ്റിൻ്റെ ട്രൈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് സക്സസ് ആകണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഇത്രയും കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു ചാനൽ ഉണ്ടാകും. അപ്പോൾ ശരി, വേറെ വീഡിയോ കാണട്ടെ. ബൈ.